സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയുന്നത് ഒരു നടന്ന സംഭവമാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. എൻ്റെ വീട് കണ്ണൂരിനടുത്ത് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിനടുത്ത്. ആ മുത്തപ്പൻ ക്ഷേത്രം എത്തുന്നതിനും ഏകദേശം 2 കിലോമീറ്റർ മുന്നെയാണ്. അതായത് കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ മുന്നെയാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്ന സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു 22 കൊല്ലം മുന്നേ നടന്ന സംഭവമാണ്. അന്ന് എൻ്റെ മോൾക്ക് ഏകദേശം 4 വയസ്സ്. അപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം വൈഫ് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൽ ജോലിയാണ്. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയും അന്ന് ലീവ്. അപ്പോൾ വൈഫിന് തോന്നി ശനിയാഴ്ച ദിവസം മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോകണം മോളെയും കൂട്ടിയിട്ട്. അങ്ങനെ രാവിലെ പുറപ്പെട്ട് മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തി. അവിടുന്ന് മുത്തപ്പനെ കണ്ടു, വഴിപാടുകൾ കഴിപ്പിച്ചു, പ്രസാദമൊക്കെ കഴിച്ചു, തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് മോള് എന്ന് പെൺകുട്ടിയല്ല, 4 വയസ്സല്ല. അപ്പോൾ മോൾക്ക് അവിടെ ഒരുപാട് ഈ കടകളുണ്ട്, ഈ മാല, വള, കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകൾ. മോൾക്ക് ചെറുപ്പത്തിലെ കളിപ്പാട്ടങ്ങളോട് അങ്ങനെ വലിയ ക്രൈസൊന്നുമില്ല. പക്ഷെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഒക്കെ മാലയും വളയെല്ലാം വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു വന്നു. പറശ്ശിനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പള്ളിക്കുന്നിലേക്ക് നാട്ടിലേക്ക് ബസ് കയറിയപ്പോൾ പെട്ടെന്ന് തോന്നി, മോള് ചെറിയ മോളല്ലേ, വൈഫിന് തോന്നി മോളെ സ്നേക്ക് പാർക്കൊന്ന് കാണിക്കാൻ. സ്നേക്ക് പാർക്ക് നല്ല കുട്ടികളൊക്കെ എല്ലാം കാണാൻ നല്ല ഒരുപാട് പാമ്പും ചെറിയ കുറച്ച് മൃഗങ്ങൾ, വലിയ മൃഗങ്ങളൊന്നുമില്ല, എല്ലാം കാണിക്കണം എന്നൊരു തോന്നൽ. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു 2 കിലോമീറ്റർ അവിടുന്ന് പറശ്ശിനിക്കടവ് നിന്ന് 2 കിലോമീറ്റർ എത്തുമ്പോഴാണ് അവിടെ വഴിക്കിറങ്ങി സ്നേക്ക് പാർക്ക് കയറി കണ്ടു. അവിടെ ടിക്കറ്റ് ഉണ്ട്, ചെറിയ പൈസയുള്ള ടിക്കറ്റ്. ഇറങ്ങി അവിടെ പോയി തിരിച്ചു വന്നു. കയറി അതെല്ലാം കണ്ട് മോക്ക് വലിയ ഇഷ്ടപ്പെട്ടു. തിരിച്ചു വന്നു ബസ് കയറാൻ വേണ്ടി ബസ്സിന് വേണ്ടി കാത്തിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് ബസ്സിന് വേണ്ടി കാത്തിക്കുമ്പം പെട്ടെന്ന് ഇവക്കൊരു ഭാര്യയ്ക്കൊരു സ്വഭാവം ഉണ്ടെന്ന് വെച്ചാൽ ബസ്സിന് അന്ന് ബസ്സിന് ഒരാൾക്ക് 8 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ബസ്സിന് വേണ്ട പൈസ എടുത്ത് പോക്കറ്റിടും. കാരണം ബസ്സിൽ സീറ്റൊന്നും കിട്ടിയിട്ടില്ല, കയ്യിൽ പിടിക്കും. ബസ്സിന് വേണ്ട പൈസ എടുത്ത് കയ്യിൽ പിടിക്കും. ബസ്സിന് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടി പോകും. അപ്പോൾ ബാഗിൽ നിന്ന് പേഴ്സ് എടുത്ത് പൈസ എടുക്കുന്ന ബുദ്ധിമുട്ട് 10 റുപ്യ എടുത്ത് കയ്യിൽ വെച്ചു. ഈ കയ്യിൽ 10 റുപ്യ എടുത്ത് കയ്യിൽ വെക്കാൻ വേണ്ടി പേഴ്സ് തുറക്കുമ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയി എന്ന് പറയാം. ഒരു ചില്ലറ പൈസ പോലും, അതായത് ഒരു 10 പൈസ ഉണ്ടാവില്ല, അതുപോലും ആ പേഴ്സിലില്ല. അപ്പം അതുപോലും നോക്കാതെ അങ്ങ് ചിലവാക്കിപ്പോയി. നമ്മളായാലും ചില സമയത്ത് എനിക്കും അങ്ങനെ ചില സമയം സംഭവിക്കാൻ ചിലവാക്കിപ്പോയി. ഒരു സെക്കൻഡ് എന്തായിരിക്കും ഈ അവസ്ഥ? കാരണം 22 കൊല്ലം മുന്നെയാണ്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോൺ തന്നെ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല. എന്ത് ചെയ്യുന്നുള്ള ഒരു സെക്കൻഡ് ആകാം. പുള്ളിക്ക് ചെറിയ ക്ഷീണം വന്നു തന്നെ പറയാം. അവിടെ സൈഡിൽ ഒരു കെട്ടിയൊരു ഇതുണ്ടായിരുന്നു, കല്ല് കെട്ടി, അവിടെ അങ്ങ് ഇരുന്ന് പോയി. അപ്പോൾ ഒരു ബസ് മുമ്പിലെ കൂടെ അങ്ങ് പോയി. അപ്പോൾ മോളും ഇങ്ങനെ ആ ബസ് കയറിയില്ല, ബസ്സങ്ങ് പോയി. മോള് ചെന്താമേ ബസ് വന്നല്ലോ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ആ ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ മോള് പറയുന്നു, അമ്മേ അതാ പൈച്ച. മോള് ചെറിയ കുട്ടിയല്ലേ, അങ്ങനെയല്ലേ പറയാം. നോക്കുമ്പോൾ അതിന് കുറച്ച് മുമ്പിൽ ഒരു 10 രൂപ. ഞാൻ പറഞ്ഞു, മോൾക്ക് ബസ് ചെറിയ കുട്ടിയല്ല, അതുകൊണ്ട് ബസ്സിന് ടിക്കറ്റ് വേണ്ട, 8 രൂപയെന്ന് തന്നെ പറഞ്ഞു, 10 രൂപ. അപ്പോൾ അത് കിട്ടുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ 10 രൂപ കാണുമ്പോൾ ഒരു വല്ലാത്ത ആ പൈസ എടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ ഇത് മുത്തപ്പൻ കൊണ്ടു തന്നെയാണ് നമ്മളെ വിഷമം വേണ്ടിയിട്ട്.
ഒരു വല്ലാത്തൊരു, ഇന്നും ഞാനത് അത്ഭുതത്തോടു കൂടിയാണ് അത് കേൾക്കാറ് പറയുമ്പോൾ. അങ്ങനെ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടാകും. പക്ഷേ എനിക്കിതൊരു ഭയങ്കര കൗതുകമായുള്ളൊരു കാര്യമായിട്ട് അന്നും ഇന്നും തോന്നുന്നു. അതുകൊണ്ട് എന്ത് പറയുന്നു.